ആൻഡ് IPL പോലും നമുക്കറിയാം സഞ്ജുവിന്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ സഞ്ജു പെർഫോം ചെയ്യുന്ന സമയത്ത് വിന്നിംഗ് റേഷ്യോ എങ്ങനെയാണെന്നുള്ളത് ഒരു ചാമ്പ്യൻ പ്ലെയർ അല്ലെങ്കിൽ ആ ഒരു ടീമിനെ ടോട്ടലി ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആയിട്ട് നമുക്ക് കണ്ടിട്ട് എന്താണ് ആ ഒരു IPL സമയത്ത് CSKയുടെ ഓരോ വിന്നിങ്ങിലും സഞ്ജുവിന്റെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു എന്നുള്ളത്. അപ്പം ഈ ഒരു ഡിസിഷൻ എന്താ പറയാ ഭയങ്കര ഒരു പാർഷ്യൽ ഡിസിഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വേറെയും കുറെ ആൾക്കാരുണ്ട്. ഇവൻ നമുക്ക് വേണമെങ്കിൽ തിലക് വർമ്മ ഒരു ഓപ്ഷനാണ്. തിലക് വർമ്മ ഓൾറെഡി ഇതൊക്കെ ഒരു പ്ലാൻ പോലെയില്ലേ, ഭയങ്കരമായിട്ടൊരു പ്ലാൻ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു വേൾഡ് കപ്പ് കഴിഞ്ഞ ശേഷം നമ്മുടെ വിന്നിംഗ് ക്യാപ്റ്റൻ അത്രയും കിടിലൻ വിന്നിംഗ് റേഷ്യോ ഉള്ള സൂര്യകുമാർ യാദവ് ഔട്ടായി ടീമിൽ നോക്കെ. ഹർദിക് പാണ്ഡ്യ ബുംറ ഒന്നും ഇപ്പൊ ടീമിലില്ല. ആൻഡ് ആകെയുള്ള ഒരു സീനിയർ പ്ലെയർ ആണ്. ആക്ച്വലി കളിയിൽ സീനിയർ അല്ലെങ്കിലും കുറെ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ ഇടയ്ക്കായിട്ട് കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് പ്രായം കൊണ്ടും കളി കൊണ്ടും സീനിയർ ആയിട്ടുള്ള സഞ്ജു സാംസൺ. അപ്പൊ ഇവരെയൊക്കെ മെല്ലെ മെല്ലെ എടുത്ത് കളയുന്ന പോലെയില്ലേ. ആൻഡ് ഇപ്പൊ ഇപ്രാവശ്യത്തെ ക്യാപ്റ്റൻസി തന്നെ ഡിസൈഡ് ചെയ്ത സമയത്ത് ശ്രേയസ് അയ്യർ നല്ലൊരു പ്ലെയർ ആണ്, നമുക്കറിയാം. നല്ല കറക്റ്റ് ആയിട്ട് ഒരു മിഡിൽ ഓർഡറിൽ നന്നായിട്ട് കളിക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. പക്ഷെ അടുത്തൊന്നും നമ്മുടെ ശ്രേയസ് അയ്യർ T20 മാച്ച് കളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങൾക്ക് മുന്നെയാണ് കളിച്ചേക്കണേ. പക്ഷെ ആളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഡയറക്റ്റ് ക്യാപ്റ്റൻസി കൊടുത്താണ് കയറ്റിയേക്കണേ. അതുകൂടാണ്ട് വൈസ് ക്യാപ്റ്റൻ ഓപ്ഷനിൽ നേരെ തിലക് വർമ്മ വരികയും ചെയ്തു. ഇങ്ങനൊരു പ്ലാനില് ഇപ്പൊ തിലക് വർമ്മയെ നമുക്ക് എന്തായാലും പുറത്തുവിടാൻ പറ്റില്ല, കാരണം ടച്ച് ചെയ്യാൻ പറ്റാത്തൊരു പൊസിഷനിൽ നിൽക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനാണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ടച്ച് ചെയ്യാന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പോൾ ഒബ്വിയസ്ലി സഞ്ജു സാംസൺ പുറത്തിരിക്കട്ടെ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണ് അങ്ങനെ. ആൻഡ് ഇപ്പൊ നമ്മളെ ബാറ്റിംഗ് ഓർഡേഴ്സ് നോക്കിക്കഴിഞ്ഞാലും വേൾഡ് കപ്പിന്റെ സമയത്ത് ആദ്യത്തെ കുറച്ച് മാച്ചസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്തത് കുറെ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഓപ്പണിങ്ങിലുള്ളതാണ്. കാരണം ആദ്യത്തെ 1-2 മാച്ചിൽ സഞ്ജു കളിച്ചില്ല. അപ്പൊ ആ സമയത്ത് ഇഷാൻ കിഷൻ ആൻഡ് അഭിഷേക് ശർമ്മയായിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് തിലക് വർമ്മ ലെഫ്റ്റ് ഹാൻഡർ അഗെയിൻ, പിന്നെ അങ്ങോട്ടാണെങ്കിൽ അക്ഷർ പട്ടേലൊക്കെ ഉണ്ട്. മൊത്തത്തിൽ ലെഫ്റ്റിന്റെ ഒരു കളിയുണ്ട്. അപ്പൊ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഇങ്ങനെ ശിവൻ ഡൂബെ ആണെങ്കിലും ലെഫ്റ്റ് ആണ്. അപ്പൊ ആ ഒരു രീതിയിൽ കളിക്കുന്ന സമയത്ത് ഓൾറെഡി ഓപ്പോസിറ്റ് ഉള്ള ഒരു ടീമിനെ എങ്ങനെ ഇവരെ തീർക്കണം അല്ലെങ്കിൽ എങ്ങനെ ഒതുക്കണം എന്നുള്ളത് ഓൾറെഡി അറിയാം. അപ്പോൾ അതേ ഒരു ഫോർമാറ്റ് അങ്ങനെ പൊട്ടിപ്പോയപ്പോഴാണ് ശരിക്കും സഞ്ജുവിനെ ടീമിലോട്ട് കൂട്ടിയതും പിന്നീട് അങ്ങോട്ടുള്ള കളികൾ നല്ല രീതിയിൽ, അതായത് 200 മേലെ സ്കോറൊക്കെ എത്തിയിട്ട് നല്ല രീതിയിൽ ജയിക്കാൻ വേണ്ടി പറ്റിയത്. ഈ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പം സൂര്യവംശി വന്നപ്പോൾ എഗെയിൻ ലെഫ്റ്റ് ഹാൻഡർ ബാറ്ററാണ്. ഓൾമോസ്റ്റ് ടോപ്പ് ഓർഡറിൽ എല്ലാവരും ലെഫ്റ്റ് ആട്ടോ. കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം വൈഭവ് സൂര്യവംശിയും അഭിഷേക് ഓപ്പണിംഗ് ഇറങ്ങുകയാണെങ്കിൽ ഇഷാൻ കിഷൻ തേർഡ് ആണ്, 1 ഡൗൺ ആണ്. 3 പേരും ലെഫ്റ്റ് തന്നെ. അത് കഴിഞ്ഞ് തിലക് വർമ്മ ലെഫ്റ്റ് ആണ്, ശ്രേയസ് അയ്യർ മാത്രം റൈറ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ എഗെയിൻ ശിവൻ ഡൂബെ ലെഫ്റ്റ് ആണ്, അക്ഷർ പട്ടേൽ ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും ഇങ്ങനൊരു സംഭവം വരുന്നത്? അതായത് എങ്ങനെ വന്നാലും അവസാനം നമ്മുടെ ആളുടെ നെഞ്ചത്ത് തന്നെയാണ് എപ്പോഴും വരുന്നത്. നമ്മുടെ ഇനിയിപ്പം ഈ മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനം ഭയാനകമായിരിക്കുന്നുണ്ടോ ഡയലോഗ് ഉണ്ടല്ലോ, മാസ് ഡയലോഗ്. ഇനി അതുപോലെ കരുതിക്കുട്ടി മുറിവേൽപ്പിക്കാണോ സഞ്ജു സാംസനെ? അപ്പൊ എന്ന് വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് ഗർജിക്കാനും നല്ലൊരു കംബാക്ക് നടത്താനും ഗൗതം ഗംഭീറിന്റെ മാസ്റ്റർ പ്ലാൻ ആണോ അല്ലെങ്കിൽ സെലക്ടേഴ്സിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ മാസ്റ്റർ പ്ലാൻ ആണോ എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കും ഇങ്ങനെയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്?